എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് vhscap വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ ആ ഒരു ഭാഗത്തായിട്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പർ, അതായത് VHSCയുടെ അപേക്ഷ എപ്പോഴാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളൊരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതാണ് ഈ ഒരു യൂസർ നെയിം എന്ന് പറയുന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ യൂസർ നെയിം. അപ്പോൾ ആ ഒരു യൂസർ നെയിം നൽകുക. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കൃത്യമായിട്ട് ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത പേജിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ സോറി യു ഹാവ് നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ നിങ്ങൾ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു അലോട്ട്മെൻറ്റിൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല എങ്കിൽ അങ്ങനെ നോ ചേഞ്ച് എന്നാണ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൽ യുവർ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ബാക്കി ഏതെങ്കിലും ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ, അതായത് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് ഒന്നുകിൽ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ ഒരു സീറ്റിൽ നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ നേടുകയും അതോടൊപ്പം തന്നെ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതും ആണ്. അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ബാക്കി ഓപ്ഷനുകളെ തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുന്നത് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ആ ഒരു കോഴ്സ് ഇഷ്ടപ്പെട്ടത് ആണെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഒന്നാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, അതായത് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, അവിടെ നിങ്ങൾ ടെമ്പററി ആയിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ പെർമനൻ്റ് ആയിട്ടോ ആണ് അഡ്മിഷൻ നേടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ നിലവിലെ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് തുടരാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷൻ, അതായത് ആ ഒരു സെയിം സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഫീസ് അടച്ചാൽ മതി. അതുപോലെ തന്നെ ആ ഒരു കോഴ്സ് മാറിയത് കാരണം തന്നെ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെയും കൂട്ടി സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ലഭിച്ചിട്ടുണ്ടായിരുന്ന, അതായത് ഈ ഒരു ഓൾറെഡി നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കിട്ടിയ ഓപ്ഷൻ്റെ താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും റിമൂവ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നുമുള്ള നിങ്ങളുടെ ഡോക്യുമെൻസൊക്കെ തിരിച്ച് വാങ്ങിച്ച ശേഷം ടെമ്പററി അഡ്മിഷൻ നേടിയവർക്ക് ഡോക്യുമെൻസൊക്കെ തിരിച്ചു തരും. പെർമനൻറ്റ് അഡ്മിഷൻ നേടിയവർക്ക് ഡോക്യുമെൻസിൻ്റെ കൂടെ തന്നെ PTA ഫണ്ട്, PTA ഡൊണേഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളും തിരിച്ചു തരുന്നതാണ്. അപ്പോൾ അഡ്മിഷൻ ഫീസ് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതല്ല. അഡ്മിഷൻ ഫീസ് നിങ്ങൾ ഈ ഒരു പുതുതായിട്ട് അഡ്മിഷൻ നേടാൻ പോകുന്ന സ്കൂളിൽ കൊടുത്താൽ മതി. അപ്പോൾ അവിടെയൊന്നും അഡ്മിഷൻ ഫീസ് വാങ്ങിക്കത്തില്ല. അതുപോലെ തന്നെ എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റ് വരികയാണെങ്കിൽ മാത്രമാണ് വാങ്ങിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു സ്കൂളിലും നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടോ അതല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഈ ഒരു രീതിയിൽ ടെമ്പററി അതല്ലെങ്കിൽ പെർമനൻ്റ് അഡ്മിഷൻ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് ഫസ്റ്റിലും കിട്ടിയില്ല സെക്കൻഡിലും അലോട്ട്മെൻറ്റ് കിട്ടാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതേസമയം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ പോയിട്ട് ഒന്നുകിൽ ടെമ്പററിയോ അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നേടേണ്ടതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇഷ്ടപ്പെട്ട കോഴ്സിലേക്കും സ്കൂളിലേക്കും അലോട്ട്മെൻറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.